من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. ഒരു മിനിറ്റ് ബാങ്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഫിയലുകളെ കുറിച്ചാണ്. ഫിയലുകൾ 3 അക്ഷരം ഉള്ള ഫിയലുകളുണ്ട്, അതുപോലെ തന്നെ 4 അക്ഷരമുള്ള ഫിയലുകളുണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. അതിൽ കൂടുതൽ അക്ഷരങ്ങളുള്ള ഫിയലുകളില്ല. അതുപോലെ 3-ൽ കുറവ് അക്ഷരങ്ങളുള്ള ഫിയലുകളുമില്ല. 3, 4, 5, 6 ഈ അക്ഷരങ്ങളാണ് ഫിയലുകൾക്ക് ഉണ്ടാവുക. ഇവിടെ 3 അക്ഷരം അസ്ലിയായ 3 അക്ഷരം ഉള്ളതുണ്ട്. അസ്ലിയായ 3 അക്ഷരം. അപ്പൊ നമ്മൾ അതിൽ ഒരു സായിദയും ഉണ്ടാവൂല. അസ്ലിയായ 4 അക്ഷരം, അതിലും ഒരു സായിദയും ഉണ്ടാവൂല. അപ്പോൾ ഇവകൾക്ക് നമ്മൾ എന്തു പറയും? മുജറദ് എന്നാണ് പറയുക. 3 അക്ഷരം മാത്രമുള്ള സായിദ ഇല്ലാത്ത ഫിയലുകൾക്ക് സുലാസി മുജറദ് എന്ന് പറയും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അടുത്തത് നമ്മൾ പറഞ്ഞത് എന്താ പറയുക, 3 അക്ഷര അസ്ലീ 3 അക്ഷരമാണ്. അതിനേക്കാൾ ഒരു അക്ഷരം കൂടുതലുള്ളത് പറഞ്ഞു, 2ഉം 3ഉം പറഞ്ഞു. അങ്ങനെ ആ ബാബ് നമ്മൾ അവസാനിപ്പിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമ്മൾ പറയുന്നത് അസ്ലിയായ 4 അക്ഷരം ഉള്ളതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. മുജറദിന്റെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു ഫഅലല, ദഹ്റജ എന്ന ഉദാഹരണം. ഇനി പറയാൻ പോകുന്നത് നമുക്ക് വായിക്കാം. ഔസാനു അർ-റുബാഇ അൽ-മസീദ് ഫീഹി. റുബാഇ മസീദ് ഫീഹിയുടെ വസനുകൾ. റുബാഇയാണ്, മുജറദല്ല. അതിൽ സായിദ ഉണ്ടാകും. എത്ര എണ്ണം സായിദ ഉണ്ടാകും? 2 എണ്ണം, മാക്സിമം 2 എണ്ണം, അല്ലെങ്കിൽ 1. അതിൽ കൂടുതൽ ഉണ്ടാവില്ല. നോക്കാം. വ അമ്മർ റുബാഇയു, അപ്പോൾ റുബാഇ, അൽ മസീദു ഫീഹി, മസീദ് ഫീഹിയായ റുബാഇ, ഫ അംസിലതുഹു, അതിൻ്റെ ഉദാഹരണങ്ങൾ, അതിൻ്റെ രൂപങ്ങൾ, സലാസത്തുൻ, 3 എണ്ണമാണ്. അതിൻ്റെ രൂപങ്ങൾ 3 എണ്ണമാണ്. നോക്കാം. തഫഅലല, ഒന്ന് തഫഅലല. തുടക്കത്തിലൊരു താ വർദ്ധനവുണ്ട്, അവിടെ സിയാദത്തുണ്ട്. ഏതുപോലെ തദഹ്റജ, തദഹ്റുജൻ. മസ്തറാണ് തദഹ്റുജൻ എന്നുള്ളത്. മസ്തർ ഇസ്മാണ്. ഇസ്മിന്റെ പ്രത്യേകതയായ തൻവീൻ അവിടെ കാണാം നമുക്ക്. തദഹ്റുജൻ. ബാക്കിയുള്ളത് തദഹ്റജ എന്ന് പറഞ്ഞാൽ തദഹ്റുജ് എന്നതിൽ കൂടെ മാലിയുടെ മീനിങ് കൂടുന്നതിനാണ് തദഹ്റജ എന്ന് പറയാം. ഏതു ഭാഗത്തും ഏതൊന്നിലും തദഹ്റജ എന്ന ഉദാഹരണം പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞ മസ്തറിന്റെ മീനിങ് ഏതു വസനിലും ഉണ്ടാവും. നമ്മൾ മുമ്പ് പറഞ്ഞ ഉദാഹരണം പറയാ, ഫഅല യഫ്അലു ഫഅലൻ. ഫഅല് എന്ന ആ മീനിങ് അത് മസ്തറാണ്. ആ മസ്തറിന്റെ മീനിങ് മാദിയിലും ഉണ്ടാകും, മുളാരിയിലും ഉണ്ടാകും, അംറിലും ഉണ്ടാകും, നഹിയിലും ഉണ്ടാകും, പിന്നെ മറ്റു വസനുകളിലൊക്കെ ഉണ്ടാവും. ഓക്കെ. രണ്ടാമത്തത് ഏതാണ്? വഫഅൻലല. ഇഫ്അൻലല എന്നുള്ളതാണ്.
കൂട്ടി വായിക്കുമ്പോൾ ആ അലിഫ് ഉച്ചരിക്കൂല. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഖുർആനിലൊക്കെ കാണുന്നത് പോലെ ഒരു അലിഫിൻ്റെ മേലെ ഒരു സ്വാദ് കണ്ടോ, ചെറിയൊരു സ്വാദിൻ്റെ പകുതി ഫഅല്ലല എന്നുള്ളടത്ത് സ്ക്രീനിൽ തേയില് നിങ്ങളുടെ കിതാബിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതാ ഇവിടെ അത് നമ്മൾ വസ്ലിന്റെ അലിഫാണ് എന്ന് തിരിച്ചറിയാനുള്ള അടയാളമാണത്. വസ്ലിന്റെ അലിഫും ഉണ്ട്, ഖത്ഇന്റെ അലിഫും ഉണ്ട്. ഖത്ഇ എന്ന് പറഞ്ഞാൽ അവിടെ പറയും. ഇപ്പം അഫ്അല എന്നുള്ളടത്ത് അഫ്അല അത് അവിടെ സ്ഥിരമായിട്ടുണ്ടാവും. ഇവിടെ ഇഫ്അൻലല ഏതുപോലെ കഹ്റൻജമ ഹ്രിൻജാമൻ, ഇഹ്റൻജമ യഹ്റൻജിമു ഇഹ്രിൻജാമൻ. അപ്പോൾ ഇവിടെ മാദിയായ ഫീല് മുജറദ് ഏതാണ്? ഹർജമ എന്നുള്ളതാണ്. ഹർജമ ഹർജമ അതിൻ്റെ സായിദയായി വരുന്നത് ഒന്ന് അലിഫും പിന്നെ ഒരു നൂനും. അടുത്തത് കൂടി പറയാ വഫഅലല്ല. അലിഫ് ഉണ്ട് അവിടെ. അത് കൂട്ടി പറയുന്ന സമയത്ത് നഷ്ടപ്പെടുന്നുള്ളൂ, പറച്ചില് പോകുന്നുള്ളൂ. എഴുത്തിലുണ്ട്, എഴുത്തിൽ അവിടെ ഉണ്ടാവും. പിന്നെ നമ്മളവിടെ തുടങ്ങുകയാണ്, സംസാരം തുടങ്ങുകയാണെങ്കിൽ അലിഫ് ഇട്ടിട്ടേ പറയാവൂ. ഇപ്പൊ ഉദാഹരണം പറയാം, നമ്മൾ വാവ് ഒഴിവാക്കി ഇഫ് അൻലലാന്നേ പറയാൻ പറ്റൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഫ് അൻലല എന്ന് പറയാൻ പറ്റൂല. കൂട്ടിമൊഴിയുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന അലിഫുകൾക്കാണ് വസ്ലിന്റെ അലിഫ്, വസ്ലിന്റെ ഹംസ എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുകയാണ്, അല്ലെങ്കിൽ ഫാത്തിഹ ഓതുക. നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ നിർത്തുന്നത് കൊണ്ടാണ് നമ്മൾ അൽഹംദുലില്ലാഹി എന്ന് പറയുന്നത്. അൽഹംദു നിർത്തുന്നില്ലെങ്കിലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൽ ഹംദു ഉണ്ടോ, മിൽ ഹംദു. അവിടെ മീ എന്നുള്ളതിന് ശേഷം നേരെ ലാമാണ് പറഞ്ഞത്, ഒരു അലിഫാടെ പറഞ്ഞില്ല. അവിടെയും അലിഫിന്റെ മുകളിൽ ഇതേപോലെ ഒരു സ്വാദിന്റെ പൊട്ട് പകുതി കാണാം. അർ-റഹ്മാനിർ റഹീം അത് കൂട്ടിയതാണെങ്കിലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനി. ആ അലിഫാട് ഒഴിവാക്കി, നൂനിന്റെ ഫത്ഹാണ് അവിടെ വന്നത്. അതേപോലെയാണത്. പക്ഷെ എഴുത്തിൽ ഒഴിവാക്കാൻ പറ്റൂല. എഴുത്തിലുണ്ടാകും, പറയുന്ന സമയത്ത് അത് നഷ്ടപ്പെടും. ഖുൽ ഹുവല്ലാഹു അഹദ് നിർത്തുന്നത് കൊണ്ടാണ് നമ്മൾ അല്ലാഹു സമദ് എന്ന് പറയുന്നത്. നിർത്താതെ ഓതുകയാണെങ്കിലോ ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സമദ് അങ്ങനെ ഓതുക. അഹദു ഒരു തൻവീന്റെ നൂനുണ്ടല്ലോ അവിടെ, ആ തൻവീന്റെ നൂനിന് കസ്ർ കൊടുക്കും. അഹദുനില്ലാഹു സമദ് എന്നാണ് നമ്മളവിടെ ഓതുക. അതായത് അഹദുൻ എന്ന് പറയുമ്പോഴും അവിടെ സുക്കൂനുള്ള നൂനാണ് അല്ലെ, സുക്കൂനല്ലേ അഹദുൻ എന്ന് പറയുമ്പോ. തൻവീനിനൊരു നൂനുണ്ടല്ലോ, ആ തൻവീന് എന്ന് പറഞ്ഞാൽ ഒരു നൂനാണല്ലോ. സുക്കൂനുള്ള നൂനിനാണ് തൻവീൻ എന്ന് പറയാം. പക്ഷെ എഴുത്തിൽ കാണൂല. അതിന് ശേഷമുള്ള വസ്ലിന്റെ അലിഫിനും സുക്കൂനാണ് കൂട്ടി പറയുമ്പോ. അപ്പൊ രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒന്നിനെ കളയണം എന്നാണ് നിയമം. അറബി ഭാഷ പ്രകാരം രണ്ട് സുക്കൂന് വരുന്ന സമയത്ത് ഒന്നിനെ കളയണം എന്നാണ്. ഇവിടെ കളയാൻ പറ്റൂല. അപ്പൊ കളയാൻ പറ്റൂലെങ്കിൽ സുക്കൂന് മാറ്റി പറയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, തൻവീനിന്റെ നൂനിന് നമ്മൾ കസ്ർ കൊടുത്തു, അതൊന്ന് രക്ഷപ്പെടാൻ. അതുകൊണ്ടാണ് അഹദുനില്ലാഹു സമദ് എന്ന് ഓതുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് വരും, അതിന്റെ ഭാഗങ്ങളൊക്കെ വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കാൻ പറഞ്ഞതാ. അത് അങ്ങനെ നിർത്തി ഓതാ. ഇനി ഒരാള് കൂട്ടി ഓതുകയാണ് എങ്കിൽ കൂട്ടി ഓതുന്ന സമയത്ത് ഇങ്ങനെ ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലി അങ്ങനെ ഓതാ. ലം യലിദ് വലം യൂലദ്
വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ദീർഘിക്കുന്ന സ്ഥലത്തും ചില സ്ഥലത്ത് പോകും. ഓത്തിന്റെ ഭാഗങ്ങളിൽ അലിഫ് വരുമ്പോൾ ചില സമയത്ത് അത് പോകും. കാരണം അവിടെയൊക്കെ സുക്കൂന് വരുന്നത് കൊണ്ടാണ്. രണ്ട് സുക്കൂന് കൊണ്ട് അറബി കലാമിൽ അറബി കലിമത്ത് ഉണ്ടാവില്ല. രണ്ട് സുക്കൂനുകൾ അടുപ്പിച്ചിട്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് സുക്കൂന് വരില്ല, എവിടെ നോക്കിയാലും വരില്ല. അപ്പം രണ്ട് സുക്കൂനിൽ നിന്നും വന്നാൽ വരും, വരില്ല എന്നല്ല, വന്നാൽ ഒന്നിനെ കളയും. അത് ലൈഫാണെങ്കിൽ അലിഫും വാവും യാവും ആണെങ്കിൽ അതിനെ കളയും. അലിഫും വാവും യാവും അല്ലെങ്കിൽ കളഞ്ഞാൽ നമുക്ക് കളഞ്ഞത് ഏതാണെന്ന് അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ ചില എളുപ്പപ്പണികൾ ചെയ്യും. അതിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അഹദുനി ആണോ, നൂനിക്ക് എന്ത് ചെയ്തു? ഒരു കസ്റ് കൊടുത്തു. നമുക്കിതിൻ്റെ ശറഹ് ഒന്ന് നോക്കാം. ഇല്ല, അത് ആ പേജ് നമ്മൾ വെറും കിതാബ് മാത്രം എടുത്തു. അപ്പം ഷറഹും കൂടി നോക്കിയതാണ്. അത് വെറും കിതാബിന്റെ ഭാഗം മാത്രമുള്ളൂ അതിൽ. എത്തി അതാ. കാണുന്നില്ലേ? وأما الرباعي المزيد فيه فأمثلته ثلاثة تفعللا تدحرجا كتدحرج تدحرجا تجلبب تجلببا. ഓക്കെ. അതുപോലെ ഇഫ് അൻ ലല, അവിടെ എന്തൊക്കെയാണ്? ഇതാ വർധനവ്, ഹംസയും വർധനവ്, നൂനും വർധനവ്. തുടക്കത്തിൽ ഹംസയും അതിന് ശേഷം നൂനും. ഇഹ്റഞ്ചമ, അതിൻ്റെ അർത്ഥം ഇസ്ദഹമ, തിരക്കുള്ളതായി എന്നാണ് അർത്ഥം. തിരക്കി. അപ്പോൾ ഇഹ്റിൻജാമൻ. അടുത്തത് ഇഫ് അലല്ല. ഇഫ് അലല്ല, അവിടെ എന്താ? ഹംസയും ഒരു ലാമും. ഒരു ഇതന്നെ അതിന്റെ ഷർഹാണ്. നമ്മൾ സഞ്ചാന്റെ ഷർഹാണിത്. ഞാൻ മാത്രം ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഏത്? അല്ലല്ല, ദർസ് നമ്മൾ ഇത് കണ്ടോ, ഈ പെട്ടിക്കോളത്തിലുള്ളതാണ് ഓതുക. ഇത് നമ്മൾ അതിന്റെ ഒരു ഷർഹ് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാനൊന്ന് സൂചിപ്പിക്കാനുള്ള പറഞ്ഞതാണ്. ഇതതിൻ്റെ ഒരു വിശദീകരണം. നമുക്കിപ്പോൾ ഇഫ്ആൽ അല്ല എന്ന് പറയുമ്പോൾ അവിടെ ഹംസയും ലാമും വർദ്ധിച്ചു. ഫായിനിക്ക് സുക്കൂന് കൊണ്ടാണ്, ഐനിക്ക് ഫത്ഹ് കൊണ്ടാണ്, ഒന്നാമത്തെ ഇതിനിക്ക് ഫത്ഹ്, ലാമിനിക്ക് ഫത്ഹ് കൊണ്ടാണ്. അപ്പോൾ ഇഫ് അലല്ല, ഇഫ് അലല്ല. ഇക്ശഅറ, ഇക്ശഅറ, ഇക്ശിറാറൻ. ഓക്കെ. അപ്പം അതാണ്, ഇത്രയും ബാബുകളാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ഇതിലിപ്പോൾ ഈ ബാബുകളൊക്കെ നമ്മളൊന്ന് പഠിക്കണം. ഇതിപ്പോൾ എത്ര പേജ്? 58. ഉണ്ടോ? ഈ ബാബുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിക്കണം. നോക്കുക, സുലാസി മുജറദ്. സുലാസി മുജറദിൽ ഒന്ന് ഫഅല യഫ്അലു. ഒന്നാമത്തെ ബാബ് ഏതാ? ഫഅല യഫ്അലു. മറ്റൊന്ന് നമുക്ക് പറയാം ഫഅല. രണ്ടാമത്തെ ബാബ് ഒരു ഫഅല യഫ്ഇലു. ഫഅല യഫ്ഇലു. ഒന്നാമത്തത് ഇവിടെ ഇതിന്റെ ഓർഡർ അനുസരിച്ചുള്ള പറയുമ്പോൾ അങ്ങനെ പറയണം. ഫഅല യഫ്ഉലു അതൊന്ന്, അല്ലെങ്കിൽ ഫഅല യഫ്ഇലു രണ്ടാമത്തത്. മനസ്സിലായോ? ഉദാഹരണം നോക്കി, നസറ യൻസുറു അവിടെ രണ്ടാമത്തത്, ലറബ യദ്രിബു ഉദാഹരണം. മൂന്നാമത്തത് ഫഅല യഫ്അലു. മൂന്നാമത്തെ ബാബ് ഏതാണ്? ഫഅല യഫ്അലു. സഅല യസ്അലു, മനഅ യംനഉ എന്നുള്ള ഉദാഹരണം പോലെ. അപ്പം ഇവിടെ ഒരു നിബന്ധന ഉണ്ട്. ഇവിടുത്തെ നിബന്ധന എന്താന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഐന് ഫീലോ ലാം ഫീലോ ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാവണം. എന്നാലേ ഫഅല യഫ്അലു എന്ന് പറയുള്ളൂ. നമ്മൾ പഠിച്ചു അല്ലേ? ഫഅല യഫ്അലു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഐന് ഫീലോ ലാം ഫീലോ ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒന്നാവണം. നാലാമത്തത് ഫഇല യഫ്അലു. നാലാമത്തെ ഏതാണ്? ഫഇല യഫ്അലു. ഉദാഹരണം ഹസിബ അല്ല അലിമ യഅലമു. അലിമ യഅലമു ആണ്. ഐൻ ഫീലിന് കസ്റാണ്, ഇതിനൊക്കെ യഅലമു. അഞ്ചാമത്തത് ഫഉല യഫ്ഉലു. ഫഉല യഫ്ഉലു. അഞ്ചൽ ബാബുൽ ഖാമിസു ഫഉല യഫ്ഉലു. ഹസുന യഹ്സുനു. റുബായി മുജറദ്. അപ്പൊ എത്രയായി? 5 കേട്ടാ. നമുക്ക് ഒന്ന് നോട്ട് ചെയ്യാ. 5 5ആയി. 5 പ്ലസ് ഇനി റുബായി മുജറദ്. റുബായി മുജറദ് വഹുവ ഫഅലല. ദാനം ദഹറജ ദഹറജതൻ, ദഹറജ ദഹറജതൻ. അപ്പൊ എത്രയായി? 5ഉം 1ഉം 6ആയി. 5ഉം 1ഉം 6ആയി. ഇനി നോക്ക്, സുലാസി മസീദ് ഫീഹി. അത് 3 ഇനങ്ങളാണ്. 3 ഐറ്റം. 3 ഐറ്റം. അത് ഒന്നാമത്തെ ഐറ്റത്തിന്റെ പേര് 4 അക്ഷരമുള്ളത്. മാലി 4 അക്ഷരമുള്ളത്. അതേതാ? മാലി 4 അക്ഷരമുള്ളത്. ഒന്ന് അഫ്അല, ഫഅല, ഫഅല. അഫ്അല, ഫഅല, ഫഅല. ഈ 3 അപ്പൊ എത്രയായി? 6 3 9 ആയിട്ടോ. 6 3 9 ആയി. ഇനി നോക്ക്, പിന്നെ രണ്ടാമത്തെ ഐറ്റം മാലി 5 അക്ഷരം ഉള്ളത്. 5 അക്ഷരം ഉള്ളത് അത് 2 ഐറ്റം വരും. അതിൻ്റെ തുടക്കത്തിൽ ത ഉള്ളത് അതേതാ? ഒന്ന് തഫഅല തഫഅല, തഫഅല തഫ. അപ്പൊ എത്രയായി? 2. അപ്പോൾ 5 1 6 3 9 2 11 ആയിട്ടോ. ഇനിയോ തുടക്കത്തിൽ ഹംസ ഉള്ള 5 അക്ഷരമുള്ള മാലി ഉള്ളത്. തുടക്കത്തിൽ ഹംസ ഉള്ളത് അത് 3 ഇൻഫഅല, ഇഫ്തഅല, ഇഫ്അല. അപ്പോൾ 3ആയി. അത് 3. അപ്പൊ 5 അക്ഷരമുള്ള മാലി 5 അക്ഷരമുള്ളത് തുടക്കത്തിൽ താ ഉള്ളത് 2, തുടക്കത്തിൽ ഹംസ ഉള്ളത് 3, ടോട്ടൽ 5. ഓക്കെ അല്ലേ? ഇനിയോ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മാലി 6 അക്ഷരമുള്ളത്. മാലി എത്ര ഉള്ളത്? 6 അക്ഷരം ഉള്ളത്. അതേതുപോലെ 1 ഇസ്തഫഅല, 2 ഇഫ്അല, 3 ഇഫ്അല, 4 ഇഫ്അവല, 5 ഇഫ്അൻലല, 6 ഇഫ്അൻല. 1 2 3 4 5 6. എത്രയായി? 6. 5 5 1 6 9 11 14 6 20 അല്ലേ? 20 എണ്ണായി. പിന്നെ റുബായി മസീദ് ഫീഹി. റുബായി മസീദ് ഫീഹിക്ക് അത് 3 രൂപങ്ങൾ. തഫഅല, ഇഫ്അൻല, ഇഫ്അലല്ല. അപ്പൊ എത്രയായി? ഇപ്പോൾ ടോട്ടല് 23 ആയി.
ടോട്ടൽ എത്രയായി? 23. യെസ്, ക്ലിയർ അല്ലേ? അപ്പം ഇനി നമുക്ക് ഫിയല് കണ്ടാൽ അത് സുലാസിയാണോ റുബായിയാണോ മുജറദാണോ മസീദ് പിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റണം. അതാണ് ഇപ്പോൾ ഇത് പഠിക്കുന്നത്. ഇത്ര പഠിച്ചുകൊണ്ട് നമ്മളത് ലക്ഷ്യം വെക്കണം. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചത് കാര്യമുള്ളൂ. നമ്മൾ പരിചയപ്പെടുന്ന ഫീലുകൾ ഈ പറയപ്പെട്ടതിൽ ഏത് കാറ്റഗറിയിൽ വരും എന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണം? തിരിച്ചറിയാൻ, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ, നമ്മളിനി മറ്റ് കിതാബുകൾ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം, ഇതിപ്പോൾ ഏതാ ഫീല്? മാദിയാണോ മുദാരിയാണോ? ഇതിൽ എത്ര അക്ഷരമുണ്ട്? അതുപോലെ ഇതിൽ ജായിദുള്ളത് ഏതൊക്കെയാണ്, അസ്ലിയായത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. മാലി മുദാരി അംറ് നഹിയൊക്കിന് ശേഷം വരും. എങ്ങനെ മാലി ഉണ്ടാകുക, മുദാരി എങ്ങനെ ഉണ്ടാകുക, അംറ് എങ്ങനെ ഉണ്ടാകുക ശേഷം. അപ്പോൾ അത് അടിച്ചാൽ മതി. ഇപ്പം നമുക്ക് അസ്ലിയായതാണോ അതല്ല സായിദയുള്ളതാണോ മുജറദാണോ മസീദ് ഫീഹി ആണോ സുലാസിയാണോ റുബായി ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. 23 എന്ത് ചെയ്യണം? ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി പറയാം. തൻബീഹുൻ ഒരു ഉണർത്തലാണ്. തഖ്സീമുൽ ഫിഇലി. ഇപ്പൊ നമ്മൾ ഫിഇലിനെ അക്ഷരങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ തിരിച്ചത് അല്ലേ? ഇനി നമ്മൾ തിരിക്കുന്നത് മഫ്ഊലിലേക്ക് വിട്ടുകടക്കുന്നതാണോ മഫ്ഊലിലേക്ക് വിട്ടുകടക്കാത്തതാണോ എന്ന നിലക്കാണ് നമ്മൾ തിരിക്കുക. മഫ്ഊലിലേക്ക് വിട്ടുകടക്കുന്നതാണോ, അതായത് മഫ്ഊല് ഉള്ള ഫീലുകളുമുണ്ട്, മഫ്ഊല് ഇല്ലാത്ത ഫീലുകളുമുണ്ട്. മഫ്ഊല് ഉള്ള 23 എണ്ണത്തിലുണ്ട്. യെസ്, അതന്നെ, വേറെ പുറത്തേക്ക് ഒന്നും പോകില്ല. 23 എണ്ണത്തിലുള്ള തന്നെ പറഞ്ഞു. അതായത് നമ്മൾ പറയില്ലേ, ഇന്ത്യക്കാരെ നമ്മൾ ഗൾഫിലുള്ളവരെന്നും പറയാം, നാട്ടിലുള്ളവരെന്നും പറയാം. പിന്നെ ഇന്ത്യക്കാരെ തന്നെ നമുക്ക് എന്തായിട്ടും തിരിക്കാം. 60 വയസ്സിന് മുകളിലുള്ളവരും തിരിക്കാം, 60 വയസ്സിന് താഴെയുള്ളവരും എന്നുള്ളവർക്കും തിരിക്കാം. 60 വയസ്സിന് മുകളിലുള്ളവർ ഗൾഫിലുള്ളവരുണ്ടാവും, നാട്ടിലുള്ളവരുണ്ടാവും. 60 വയസ്സിന് താഴെയുള്ളവർ ഗൾഫിലുള്ളവരുണ്ടാവും, നാട്ടിലുള്ളവരുണ്ടാവും. ഞാൻ പറഞ്ഞ സംഗതി തന്നെ വരിക. മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തിരിക്കും. അങ്ങനെ മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലുകൾക്കാണ് മുതഅദ്ദിയായ ഫീലുകൾ എന്ന് പറയാം. എന്താ പറയാ? മുതഅദ്ദിയായ ഫീലുകൾ. മുതഅദ്ദി എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം വിട്ടുകിടക്കുക എന്നാണ്. വിട്ടുകിടക്കുക. ഇനി മഫ്ഊലിലേക്ക് വിട്ടുകിടക്കാത്ത ഫീലുകൾക്കാണ് എന്തെന്ന് പറയാ? ലാസിമായ ഫീൽ എന്ന് പറയാം. ലാസിം, അതിന് മഫ്ഊൽ ഉണ്ടാവില്ല. മഫ്ഊലിലേക്ക് വിട്ട് കിടക്കൂല ഫീല്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അടിച്ചു എന്ന് പറയാം. അടിച്ചു. ലറബ സൈദുൻ അംറൻ. സൈദ് അംറിനെ അടിച്ചു. അവിടെ സൈദ് അടി എന്ന പ്രവൃത്തി ചെയ്തു. ആ അടി എന്ന പ്രവൃത്തി വിട്ട് കടന്നത് ആർക്കാണ്? അംറിനിക്കാണ്. അപ്പോൾ സൈദ് അംറിനെ അടിച്ചു. അപ്പോൾ ലറബ എന്നുള്ളത് മഫ്ഊലിലേക്ക് ലർബ് വിട്ട് കടന്നപ്പോൾ അതിനെന്ത് പേര് പറഞ്ഞു? ലറബ എന്നുള്ളത് മുതഅദ്ദിയായി. 3 അക്ഷരമാണ് അതിന്റെ അസ്ലിയായത്, മുജറദാണ്, സായിദ് അല്ല എന്ന് പറഞ്ഞപ്പോൾ അത് സുലാസി മുജറദുമായി. അപ്പൊ നമ്മൾ വീതം വെക്കണ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് മാറ്റം വരും. ഏതടിസ്ഥാനത്തിലാണോ നമ്മൾ കിസ്മാക്കുന്നത്, ഓരി വെക്കണതനുസരിച്ച് മാറ്റം വരും. മനസ്സിലാണ്ടോ? അപ്പൊ സുലാസി മുജറദുമാണ്, മുതഅദ്ദിയുമാണ് ലറബ. സുലാസി മുജറദ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട്? അതിൽ 3 അക്ഷരമാണ്, അസ്ലിയായ 3 അക്ഷരമാണുള്ളത്. ഇനി തന്നെ അതിന് നമുക്ക് സ്വഹീഹ് മുഅ്തല് എന്നും പറയും പേര്. അതിന് ശേഷം വരും. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ
അലിഫും വാവും യാവും ഇല്ലാത്തത്? മുഴത്തല്ല് എന്ന് പറഞ്ഞാലോ അലിഫും വാവും യാവും ഏതെങ്കിലും ഒന്ന് ഉള്ളത്. അങ്ങനെയൊക്കെ പല പല തിരിക്കലുണ്ട്. നമ്മൾ നെഹവില് ഖത്തർനദിൽ തിരിച്ചില്ലേ, ഇസ്മ ഫീല് ഹർഫ്, ഇസ്മിനെ മുഅറബ് മബനി എന്നുള്ള നിലക്ക് തിരിച്ചില്ലേ. ഇസ്മിനെ നമ്മൾ എന്ത് ചെയ്തു? മുഅറബ് എന്നുള്ള മാനക്ക് തിരിച്ചു, മബനി എന്നുള്ള ഇതിലേക്ക് തിരിച്ചു. പിന്നെ ഇസ്മിലും മുഅത്തല്ല് സ്വഹീഹ് എന്നുള്ള നിലക്കും തിരിച്ചു. അതിനൊക്കെ തിരിക്കും. ഇനി അവിടെയൊക്കെ തിരിക്കും. നമ്മൾ ഏത് രൂപത്തിലാണോ അതിനെ മാറ്റുന്നത്, ഏത് രൂപത്തിലാണോ വിഭജിക്കുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യത്യാസം വരും. അപ്പൊ നോക്കുക, മറ്റേത് വിട്ട് കടക്കാത്തയും ലാസിം എന്ന് പറയും. ലാസിം എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കുന്നത് എന്നാണ്. ഒരേ അവസ്ഥ തന്നെ നിർബന്ധമാക്കുക, മഫൂൽ ഉണ്ടാവില്ല. ഉദാഹരണം പറയാം, ഹസുന സെയ്ദുൻ, സെയ്ദ് ഭംഗിയായി. സെയ്ദ് ഭംഗിയായി. ഈ ഭംഗിയായി എന്നുള്ളത് ആ പ്രവർത്തനം മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കൂല. നേരെ മറിച്ചോ, സെയ്ദ് ഭംഗിയാക്കി, അത് വിട്ടുകിടക്കൂട്ടോ. ഹസന സെയ്ദുൻ അംറൻ, സെയ്ദ് അംറിനെ ഭംഗിയുള്ളവനാക്കി, അത് വിട്ടുകിടന്നു. നേരെ മറിച്ച് ഹസൂന സെയ്ദുൻ, സെയ്ദ് ഭംഗിയുള്ളവനായി എന്ന് പറഞ്ഞാൽ വിട്ടുകിടക്കൂല. ഇനി നമുക്ക് എന്തു പറയാ, ഒരു എളുപ്പം മനസ്സിലാവാൻ ഒരു ഉദാഹരണം കൂടി പറയാം, ഒരു രൂപം കൂടി ഞാൻ പറഞ്ഞുതരാം. ആര് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് ഫായില്. ആര് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് ഫായില്. ആർക്ക് എന്തിനെ, ആർക്ക് എന്തിനെ എന്ന ഉത്തരം കിട്ടുന്നത്, രണ്ടും ചിലപ്പോൾ ഉത്തരം കിട്ടിക്കോളുന്നില്ല കേട്ടോ, ഏതെങ്കിലും ഒന്നിന്. ആർക്ക് അല്ലെങ്കിൽ എന്തിനെ എന്ന് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് മഫൂല്. ഉദാഹരണം പറയാം, ലറബ സെയ്ദുൻ അംറൻ, ആര് അടിച്ചു, സെയ്ദ് അടിച്ചു. അപ്പൊ സെയ്ദ് എന്നുള്ളത് ഫായില്. ആരെ അടിച്ചു, ആരെ അല്ലല്ല, ഫായിലും മുത്തഅദ്ദിക്കും ലാസിമിനും ഉണ്ടാവും. ഫായില് ലാസിമിന്റെ ഫായിലിന്റെ പ്രവർത്തനം എന്താവൂല, മഫൂലിലേക്ക് വിട്ടു കിടക്കൂല. ആ മഫൂൽ ഉണ്ടാവില്ല അതിന്. ഭംഗിയായി എന്ന് പറഞ്ഞു, ആര് ഭംഗിയായി, സെയ്ദ് ഭംഗിയായി. ആരെ ഭംഗിയായി എന്ന് ചോദിക്കുവോ? ആരെ അല്ലെങ്കിൽ ആർക്ക് ഭംഗിയായി എന്ന് ചോദിക്കുവോ? ഇല്ലല്ലോ, അതിന് ഉത്തരം കിട്ടൂലല്ലോ. ഇനി പറയാ, സെയ്ദ് മരിച്ചു, മാത്ത സെയ്ദുൻ, സെയ്ദ് മരണപ്പെട്ടു, സെയ്ദ് മരിച്ചു. ആര് മരിച്ചു, സെയ്ദ് മരിച്ചു, ഫായിലാണ്. ആരെ, എന്തിനെ, ആർക്ക്, ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. അപ്പൊ അതിന് മഫൂലില്ല. അപ്പൊ മാത്താന്നുള്ള ലാസിമാണ്. ഓക്കെ, നോക്കുക, നമുക്ക് എൻ്റെ കിതാബിലേക്ക് പോവാം. ആർക്ക്, എന്തിനെ അല്ലെങ്കിൽ ആരെ, മൂന്ന് ചോദ്യത്തിന് ഉത്തരം വരും. ആരെ, ആർക്ക് അല്ലെങ്കിൽ എന്തിനെ. മഫൂല്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് മഫൂല്. ആര്, ആര് എന്ത്. ഓക്കെ അല്ലേ? ഇനി നോക്കണേ, അൽ ഫിഇലു, ഫിഇല്, ഇമ്മ ഒന്നിരിക്കെ, മുതഅദ്ദിൻ മുതഅദ്ദിയായിരിക്കും. ഫിഇൽ ഒന്നിരിക്കെ മുതഅദ്ദിൻ മുതഅദ്ദിയായിരിക്കും. വഹുവ അത്, മുതഅദ്ദി എന്നുള്ളത് അല്ലദി ഒന്നാണ്, യതഅദ്ദ അത് വിട്ടുകടക്കും, യതഅദ്ദ അത് വിട്ടുകടക്കും, ഇലൽ മഫ്ഊലി ബിഹി മഫ്ഊലു ബിഹിയിലേക്ക് വിട്ടുകടക്കും. മഫ്ഊല് ബിഹിയിലേക്ക് വിട്ടുകടക്കുന്ന, അതാണ് ഒറിജിനൽ മഫ്ഊല്. മഫ്ഊല് ബിഹി ഉണ്ട്, മഫ്ഊല് ഫീഹി ഉണ്ട്, മഫ്ഊല് ലഹു ഉണ്ട്. ഒക്കെ മഫ്ഊലുകളുടെ വിഷയത്തിൽ നമ്മൾ പറയും. മഫ്ഊല് ബിഹിയിലേക്ക് വിട്ടുകടക്കുന്ന അതാണ് ഇത് മുതഅദ്ദി. ഏതുപോലെ, ഖൗലിക നിന്റെ വാക്ക് പോലെ, ലറബ്തു സൈദൻ
ഞാൻ സെയ്ദിനെ അടിച്ചു. ഉണ്ടോ? വിട്ടുകടന്നോ? അടിച്ചതാരാണ്? ഞാനാണ് അടിച്ചത്. അടി ആർക്കാണ് കിട്ടിയത്? സെയ്ദിനിക്കാ കിട്ടിയത്. അപ്പൊ അടി ആർക്ക് വിട്ടുകടന്നു? സെയ്ദിലേക്ക് വിട്ടുകടന്നു. വയുസമ്മ, ആ വയുസമ്മ, ഇത് പേര് പറയപ്പെടും. ഐലൻ, മുത്തഅദ്ദി എന്നതിന് പുറമെ ഇതിന് പേര് പറയപ്പെടും. എന്തും പറയപ്പെടും? വാക്കിഅൻ, വാക്കിഅ് എന്നും പേര് പറയും. വ മുജാവിസൻ, മുജാവിസ് എന്നും പേര് പറയും. ശരിയാ? വാക്കിഅ് എന്നും ഇതിന് പേരുണ്ട്, മുജാവിസ് എന്നും ഇതിന് പേരുണ്ട്. വാക്കിഅ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത്. മുത്തജാവിസ് എന്നാ? ആ ഓക്കെ, രണ്ടും ശരി തന്നെയാണ്. ഒന്ന് തഫാഅല ബാബാണ്, ഒന്ന് മുഫാഅലത്ത് ബാബാണ്. ഫാഅല യുഫായിലു, വിട്ടുകടക്കുന്നത് എന്നാണ് രണ്ടിൻ്റെയും അർത്ഥം. മുത്തജാവിസ് എന്നും പറയും. വാക്യാൻ, സംഭവിക്കുന്നത്. മുജാവിസൻ, മുജാവിസ്, മുത്തജാവിസ് എന്നൊക്കെ അതിന് പേര് പറയും. ഇവിടെ ഒരു യതഅദ്ദാന്ന് കണ്ടില്ലേ? അതായത് കണ്ടോ? ഇതേതാ? സുലാസിയാണോ, റുബായിയാണോ, മുജറദാണോ, മസീദ് ഫിഹി ആണോ? പറയാൻ പറ്റുമോ? ആ അല്ല, അത് മുലാരിയാണ്. മുലാരിന്റെ അടയാളാണ് യാ. എത്ര അക്ഷരം ഉണ്ടാ ഫീലില്? ആ, അപ്പോൾ ഏത് ബാബ വരിക? ഒന്ന് ആലോചിച്ച് നോക്ക്. 5 അക്ഷരമുള്ള ഫീല്. ആ യെസ്, തഫഅല, തഫഅല യതഫഅലു, തഫഅല യതഫഅലു. ഇങ്ങനെ പറയാൻ കഴിയണം, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റണം. ആ കൺഫ്യൂഷന് ഇതോടെ മാറണം. അതെന്താണ്? അവസാനം ഇല്ലത്തിന്റെ അക്ഷരമായതുകൊണ്ട് അലിഫായതാണ്. നമ്മൾ പറഞ്ഞല്ലോ, സ്വഹീഹ് ഉണ്ട്, മുഅത്തല്ലുണ്ട് പറഞ്ഞില്ലേ? അപ്പൊ തഅദ്ദാ യതഅദ്ദാ, തഫഅല യതഫഅലു. ലാം ആയതുകൊണ്ടാണ് യതഫഅലു എന്നുള്ള ലാമിനിക്ക് ലമ്മ് കൊടുത്തത്. ഇവിടെ ലാസ്റ്റ് എന്താണ്? അലിഫാണ്. അലിഫ് മാർക്കത്ത് സ്വീകരിക്കൂല. അപ്പൊ യതഅദ്ദാ, പക്ഷെ അത് കൂട്ടണം, അക്ഷരത്തിൽ കൂട്ടണം. ഓക്കെ അല്ലേ? ഇനി നോക്ക്. അപ്പോൾ ഫിഇല് ഇമ്മ ഒന്നിരിക്കെ മുത്തഅദ്ദിയാണ്. അത് മുലാരിന്റെ അടയാളാണ്, മുലാരിയായ ഫീലിന്റെ. നമ്മൾ മീസാനിൽ പഠിച്ചില്ലേ, ഫഅല ഫഅല ഫഅലു. അത് കഴിഞ്ഞിട്ട് യഫ്അലു യഫ്അലാനി യഫ്അലൂന. ആ യഫ്അലു എന്നുള്ളത് യാ ആണത്. അത് മുലാരിയാണെന്നതിന്റെ അടയാളം. അപ്പൊ നമുക്ക് ഇവിടെ അൽ ഫിഇലു ഇമ്മ മുത്തഅദ്ദിൻ, ഒന്നിരിക്ക മുത്തഅദ്ദിയാണ്. വ ഇമ്മ, അല്ലെങ്കിൽ ഗൈറു മുത്തഅദ്ദിൻ, ഗൈറു മുത്തഅദ്ദിയാണ്, അല്ലെങ്കിൽ ഗൈറു മുത്തഅദ്ദിയാണ്. അപ്പൊ നമുക്ക് അപ്പോൾ വാക്കി നമ്മൾ എന്താ പറയാ? ഇവിടേക്ക് വരുമ്പോ ഗൈറു വാക്കിയ എന്ന് പറയും. മുത്തജാവിസിന് എന്ത് പറയും? ഗൈറു മുത്തജാവിസ് എന്ന് പറയും. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ഗൈറു മുത്തഅദ്ദി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താ? വഹുവ, ഈ ഗൈറു മുത്തഅദ്ദിൻ എന്ന് പറഞ്ഞാൽ അല്ലദീ ലം യതജാവസ്, ലം യതജാവസിൽ ഫാഇല. അതെന്താവൂല? ഫാഇലിനെ വിട്ടുകടത്തുകയില്ല. എന്താണ്? എന്താവൂല? ഫാഇലിനെ വിട്ടുകടത്തൂല. ഇതേതാ ഫീല്? ലം യതജാവസ്. യാ എന്നുള്ളത് മുദാരിയാണ്. യെസ്, തഫാഅല യതഫാഅലു. അപ്പൊ ഇങ്ങനെ ചോദിക്കും,
ഫായിൽ ഫായിലിനെ എന്താവൂല, അത് വിട്ട് കടത്തൂല. അവിടെ നോക്ക്, ഉദാഹരണം നോക്ക്, കൗലിക്ക നിന്റെ വാക്ക് പോലെ. ഹസുന സൈദുൻ ആണോ? ഹസുന ഭംഗിയായി, ആര്? സൈദുൻ, സൈദ് ഭംഗിയായി. ഇവിടെ നോക്ക്, ഹസുന സുലാസി മുജറദാണ്. ഇവിടെ ലറബ്തു എന്ന് പറഞ്ഞപ്പോഴും സുലാസി മുജറദാണ്. രണ്ടും സുലാസി മുജറദാണ്. പക്ഷേ ഒന്ന് ലാസിമും ഒന്ന് മുത്തഅദ്ദിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യക്കാരെ നമുക്ക് 60 വയസ്സിന് മുകളിലുള്ള ആളുമാക്കാം, 60 വയസ്സിന് താഴെയുള്ള ആളുമാക്കാം, ഇനി കേരളക്കാരെ ആക്കാം, തമിഴ്നാട്ടുകാരും ആക്കാം. അതൊക്കെ വ്യത്യസ്ത തരംതിരിക്കലാണ്. വയുസമ്മ, ഈ വൈറ് മുത്തഅദ്ദിക്ക് പേര് പറയപ്പെടും ലാസിമൻ, ലാസിമ് എന്ന് പേര് പറയപ്പെടും. വൈറ വാക്കിഇൻ, വൈറ് വാക്കിഇ എന്നും പേര് പറയപ്പെടും. ഇനി ഒരു പേരും കൂടി നമുക്ക് ഇടാം, വൈറ് മുജാവിസ്. അത് നമുക്ക് ഇട്ടാൽ മതി, നമ്മളിടാം, അതിൽ പറഞ്ഞില്ല. വൈറ് മുത്തജാവിസ്, വൈറ് മുജാവിസ് എന്നൊക്കെ നമുക്ക് അതിന് പറയാം. ഓക്കെ ആണോ? ലാസിമിന് ലാസിമിന്റെ പേരാണ് വൈറ് മുത്തഅദ്ദി, വൈറ് വാക്കിഇ, വൈറ് മുജാവിസ്, വൈറ് മുത്തജാവിസ് എന്നൊക്കെ അതിന് പേര് പറയും. മുത്തഅദ്ദിക്കുള്ള പേരെന്താണത്? മുത്തഅദ്ദി, വാക്കിഉൻ, മുജാവിസ്, മുത്തജാവിസ് എന്നൊക്കെ അതിന് പേരുണ്ട്. ക്ലിയർ ആണോ? വൈറ് വാക്ക് രണ്ടും പറയാം. വൈറ് മുത്തഅദ്ദിൻ, മുത്തഅദ്ദി അല്ലാത്തത്, അതിന് പേരാണ് വൈറ് വാക്കിഇ, ലാസിം എന്നൊക്കെ. അപ്പൊ കിതാബുകളിൽ ഇനി പറയാം, നമ്മള് ഇങ്ങനെ പറയാം, അത് വൈറ് മുത്തഅദ്ദിയാണ് പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അത് ലാസിമാണെന്നുള്ളത്. അല്ലെങ്കിൽ വാക്കിഇ എന്ന് പറയും, അപ്പൊ മനസ്സിലാക്കണം അത് മുത്തഅദ്ദിയാണെന്ന്. മുജാവിസ്, മുത്തജാവിസ് എന്ന് പറയും, അപ്പൊ മനസ്സിലാക്കണം അത് മുത്തഅദ്ദിയാണ്. ലാസിം എന്ന് പറഞ്ഞാൽ അത് മുത്തഅദ്ദി അല്ലാത്തതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിന് വ്യത്യസ്ത പേരുണ്ട് എന്നാണ്. മുത്തഅദ്ദിക്ക് വാക്കിഇ എന്നും മുജാവിസ് എന്നും പേരുണ്ട്. വൈറ് മുത്തഅദ്ദിക്ക് ലാസിം എന്നും വൈറ് വാക്കിഇ എന്നും പേരുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതും കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടോ. ഇതേതാ ഫീല്? തുഅദ്ദി, താവ് മുദാരിന്റെ ആണ്. ഹി നോക്കണ്ട, ഹി ഏതാണ്? ഫഅല യുഫഇലു, ഏതാണ്? ഫഅല, അതെ, അത് ഫഇല എന്ന് പറയരുത്, ഫഅല, ഫഅല അതിന്റെ മുദാരി യുഫഇലു. ഫഅല ഇതവിടെ നമ്മൾ ഇങ്ങനെ ഇതിന്റെ മേലെ പറഞ്ഞ ഇതേ ഈ സാധനം ഫറഹ, ഫഅല ഫറഹ. അതേപോലെ അദ്ദാന്ന് വരിക, അദ്ദാ യുഅദ്ദീന്ന് വരിക. ഇൻഷാ അല്ലാഹ് വരും. അത് ഇല്ലത്തിന്റെ അസ്ലായതുകൊണ്ട് ഒരു കൺഫ്യൂഷനാണ്. വതുഅദ്ദി, നീ മുതഅദ്ദിയാക്കും. വതുഅദ്ദി, നീ മുതഅദ്ദിയാക്കും. ഹി എന്തിനെ? അതിനെ. ഏതിനെ? ലാസിമിനെ. ലാസിമിനെ നീ എന്ത് ചെയ്യും? കാണില്ല, ഇവിടെ അതയിലില്ല, കിതാബിലില്ലേ? ഒന്ന് വായിക്കും. വൈറ് വാക്കി, ഓക്കെ, അങ്ങനെയും അത് വായിക്കാം. അങ്ങനെ ആകുമ്പോഴും ഇതിലിപ്പോ എങ്ങനെയാണ്? തുഅദ്ദീഹി എന്നാണ്. തഅദിയത്തു എന്ന് പറഞ്ഞാൽ മുത്തഅദ്ദി ആക്കൽ എന്നർത്ഥം. ഇതിന്റെ മസ്തറാണത്. അങ്ങനെ വെച്ചേരെന്നാ വതഅദിയത്തുഹു എന്നല്ലേ?
വതഅദിയതുഹു ആണല്ലേ? വതഅദിയതുഹു ആ ലാസിമിനെ മുതഅദ്ദിയാക്കലാകുന്നത്. എന്താണ്? ഒരു ലാസിമിനെ നമുക്ക് എന്താക്കാൻ പറ്റും? മുതഅദ്ദിയാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഹസുന സെയ്ദുൻ, സെയ്ദ് ഭംഗിയായി. അതിനെ നമുക്ക് മുതഅദ്ദിയാക്കാൻ പറ്റും, സെയ്ദ് ഭംഗിയാക്കി എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ മുതഅദ്ദിയ മഫൂലിലേക്ക് വിട്ട് കിടക്കും. ആരെ ഭംഗിയാക്കി? അമ്രിനെ. അല്ല, ലാസിമിനെ മുതഅദ്ദിയാക്കാൻ പറ്റും. പിന്നെ മുതഅദ്ദിനെ നമ്മൾ ലാസിമും ആക്കും ചില ഘട്ടങ്ങളിൽ, അതിന് വേറെ രൂപമുണ്ട്. പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ലാസിമിനെ മുതഅദ്ദിയാക്കുന്നതാണ്. നമുക്കൊരു മസീദ് അല്ലേ വേണ്ടത്, ഉള്ളതിനെ ചുരുക്കല്ലല്ലോ വേണ്ടത്. ഉള്ളതിനെ ചുരുക്കുക എന്നത് വേറെ വിഷയം, അതിന് ലാസിമായത് വേറെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇല്ലാത്തതിന് അത് ക്വാളിറ്റി കൊടുക്കുക വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ സുലാസി മുജറദിൽ ലാസിമിനെ മുതഅദ്ദിയാക്കലാകുന്നത് എങ്ങനെയാണ്? ബിതദ്ഈഫിൽ ഐനി, ഐനിനെ ഇരട്ടിപ്പിക്കൽ കൊണ്ടാണ്. ഐനിനെ ഇരട്ടിപ്പിക്കുക. അപ്പൊ ഹസുന എന്നുള്ളത് ഹസ്സന എന്നാക്കണം. ഇരട്ടിപ്പിക്കുക, ഒന്നുകൂടി കൊടുക്കുക, ശ്രദ്ധ കൊടുക്കുക. അല്ലെങ്കിലോ ലാസിമായ അതിനെ ഇങ്ങനെ ആക്കാൻ പറ്റും, ഐൻഫീൽ ഇരട്ടിപ്പിച്ചാൽ. അല്ലെങ്കിൽ നീ നോക്കണേ, അതൊരു രൂപ കേട്ടോ. വബിൽ ഹംസത്തി, ഹംസ കൊടുക്കൽ കൊണ്ടുമാണ്. എങ്ങനെ? ഹംസ കൊടുക്കുക. ജലസ ഇരുന്നു, അജ്ലസ ഇരുത്തി. ജലസ ഇരുന്നു ലാസിമാണ്, അജ്ലസ ഓനെ ഇരുത്തി എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അവിടെ നോക്ക്, അവിടെ അതിന് ഉദാഹരണം അവിടെ പറഞ്ഞു, കൗലിക്ക നിന്റെ വാക്ക് പോലെ. ഫറഹ്തു സൈദൻ, ഉണ്ടോ? സൈദിനെ സന്തോഷിപ്പിച്ചു. ഫറഹ്തു ഞാൻ സന്തോഷിപ്പിച്ചു, സൈദൻ സൈദിനെ സന്തോഷിപ്പിച്ചു. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ഫരിഹ എന്ന് പറഞ്ഞാൽ ലാസിമാണ്, സന്തോഷിച്ചു എന്നാണ് അതിന്റെ അർത്ഥം, ഫരിഹ ലാസിമാകുമ്പോൾ. അപ്പൊ അതിനെ മുതഅദ്ദിയാക്കാൻ വേണ്ടി അതിന്റെ ഐന് ഫീലിനെ ഇരട്ടിപ്പിച്ച് ഫറഹ എന്നതിലേക്ക് മാറ്റി. അടുത്ത ഉദാഹരണം നോക്ക്. അജ്ലസ്തുഹു, ഞാൻ അവനെ ഇരുത്തിപ്പിക്കുകയും ചെയ്തു. അജ്ലസ്തു ഒന്ന് സന്തോഷിപ്പിച്ചു. ഫരിഹ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു എന്നാണ്. ഫറഹ എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിച്ചു, ഓനെ ഹാപ്പി ആക്കി. അല്ല, എന്തിനെന്നല്ല, ആരെ ഹാപ്പി ആക്കി? സെയ്ദിനെ ഹാപ്പി ആക്കി. ആരെന്ന് ചോദിക്കാലോ, നമ്മൾ പറഞ്ഞല്ലോ, ആരെ അല്ലെങ്കിൽ ആർക്ക് അല്ലെങ്കിൽ എന്തിനെ. ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നതിനാണ് മുതഅദ്ദി മഫ്ഊല് എന്ന് പറയാ. അപ്പൊ ഇവിടെ സെയ്ദ് എന്നുള്ളത് മഫ്ഊലാണ്, കാരണം ആരെ സന്തോഷിപ്പിച്ചു? സെയ്ദിനെ സന്തോഷിപ്പിച്ചു. ഇവിടെ അജ്ലസ്തുഹു, ഞാൻ അവനെ ഇരുത്തുകയും ചെയ്തു. ഈ ഹു എന്നുള്ളത് അവൻ, സെയ്ദിലേക്ക് മടങ്ങുന്ന ലമീറാണ്. ഞാൻ അവനെ ഇരുത്തുകയും ചെയ്തു. അപ്പൊ ജലസ, ഹംസന്റെ ഉദാഹരണം, ഓനെ സന്തോഷിപ്പിച്ച് ഞാൻ അവിടെ ഇരുത്തി. ഒറ്റ ഉദാഹരണത്തിൽ 2 പദം കൂടി വന്നതാണ്. ഏത്? ഒന്ന് ഐൻഫീൽ ഇരട്ടിപ്പിച്ചതും മറ്റൊന്ന്. അപ്പോൾ 2 രൂപമാണ്. ഒന്ന് ഐൻഫീൽ ഇരട്ടിപ്പിക്കൽ കൊണ്ടും അതുപോലെ ഹംസ കൊടുക്കൽ കൊണ്ടുമാണ് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക. മനസ്സിലായോ? ഇനിയോ 3ാമത്തെ രൂപം, വബി ഹർഫിൽ ജർരി ഫിൽ കുല്ലി, എല്ലാത്തിലും. അത് സുലാസിയിലും സുലാസി മുജറദിലും മസീദ് ഫീഹിലും ഒക്കെ കേട്ടോ. ഇത് രണ്ടും പറഞ്ഞ സുലാസി മുജറദിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അജ്ലസ എന്ന് പറഞ്ഞതും ഫറഹ എന്ന് പറഞ്ഞ 2 രൂപങ്ങൾ സുലാസി, ഇവിടെ സുലാസി മുജറദിലല്ലേ പറഞ്ഞേ, സുലാസി മുജറദിലാണ് പറഞ്ഞേ. ഇനി പറയുന്നത് വബി ഹർഫിൽ ജർരി,
ജറിൻ്റെ അക്ഷരം കൊണ്ട് ഫിൽ കുല്ലി എല്ലാത്തിലും പറഞ്ഞാൽ സുലാസി മുജറദിലും സുലാസി മജീദ് ഫിഹിയിലും റുബായി മുജറദിലും റുബായി മജീദ് ഫിഹിയിലും ഒക്കെ ജറിൻ്റെ അക്ഷരം കൊടുക്കുക. ഉദാഹരണം നോക്കുക. നെഹവു ദഹബ്തു ഞാൻ പോയി, ബി സെയ്ദിൻ സെയ്ദിനെ കൊണ്ടുപോയി. കണ്ടോ, ദഹബ്തു ബി സെയ്ദിൻ ഞാൻ സെയ്ദിനെ കൊണ്ടുപോയി. അപ്പോൾ സെയ്ദ് എന്നുള്ളത് മഫൂലാണ്, മഫൂലിലേക്ക് വിട്ട് കടന്നു. അത് എങ്ങനെ വിട്ട് കടന്നത്? ജറിൻ്റെ ഒരു അക്ഷരം കൊണ്ടാണ് വിട്ട് കടന്നത്. മനസ്സിലായോ? ആ, ജറി എന്നൊരു അക്ഷരം, ബി എന്നൊരു ജറി എന്നൊരു അക്ഷരമാണ്. ഇവിടെ നോക്ക്, വന്തലഖ്തു ഞാൻ ആരെ കൊണ്ടുപോയി? സെയ്ദിനെ കൊണ്ടുപോയി. ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്. ആരെ പോയി എന്ന് ചോദിക്കൂലല്ലോ. ആരെ പോയി എന്ന് ചോദിക്കോ? ഇല്ല. അപ്പൊ ദഹബ എന്നുള്ളത് മഫൂലിലേക്ക് വിട്ട് കടന്നിരുന്നില്ല, ലാസിമായിരുന്നു. അപ്പൊ നമ്മളെന്ത് വിട്ട് കടത്തി? ഒരു ജറിന്റെ അക്ഷരം കൊടുത്തിട്ട് ദഹബ്തു ബി സെയ്ദിൻ. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ സെയ്ദിനെ കൊണ്ടുപോയി. അവിടെ ചോദിക്കും ആരെ കൊണ്ടുപോയി? സെയ്ദിനെ കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? ഞാൻ കൊണ്ടുപോയി. അപ്പൊ ആര്? ഞാൻ, ഫായില്. ആരെ കൊണ്ടുപോയി? സെയ്ദിനെ കൊണ്ടുപോയി. അപ്പൊ അത് വിട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത പണി എന്താണ്? മഫൂൽ മുത്തഅദ്ദി ആക്കാൻ വേണ്ടി എടുത്ത പണി ഒരു ജറ് ചെയ്യുന്ന ഒരക്ഷരം കൊടുത്തു. ഇവിടെ അങ്ങനെ തന്നെ. ഇത് സുലാസിയാണ്, ദഹബ്തു എന്നുള്ളത് സുലാസിയാണ്. ഇതോ ഇൻതലഖ്തു, അതേതാ? സുലാസി സുലാസി തന്നെയാണ്, പക്ഷെ അത് സുലാസി മസീദ് ഫിഹിയാണ് അല്ലേ? ഇൻഫഅല സുലാസി മസീദ് ഫിഹിയാണത്. ഇവിടെ 3 അക്ഷരമല്ലേ ഉള്ളൂ, ദഹബ. ഇവിടെ ഇൻഫഅല ഇൻതലഖ്തു ബിഹി ഞാൻ അവനെ കൊണ്ടുപോയി. അപ്പൊ ഇവിടെ ഇൻതലഖ്തു ബി ഹി, ഹി എന്നുള്ളത് ആണ് മഫൂല്. അത് ആ മഫൂല് സാധാരണ ഇൻതലക്ക എന്ന് പറഞ്ഞാൽ അതിലേക്ക് വിട്ട് കടക്കൂല, മഫൂലിലേക്ക് വിട്ട് കടക്കൂല. അപ്പൊ വിട്ട് കടത്താൻ വേണ്ടി നമ്മളൊരു ഐഡിയ എടുത്തു, ജറിന്റെ ഒരു അക്ഷരത്തെ അവിടെ കൊടുത്തു. ആ ജറിന്റെ അക്ഷരമാണ് ബി എന്നുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ ഫിഇലുകൾ നമ്മൾ ഇനി തിരിക്കാൻ പോകുന്നത് മുത്തഅദ്ദി ലാസിമി എന്ന നിലക്കാണ്. മുത്തഅദ്ദി എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് വിട്ട് കടക്കുന്നതാണ്. ലാസിമി എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് വിട്ട് കടക്കാത്തതാണ്. അപ്പോൾ ലാസിമിനെ മുത്തഅദ്ദിയാക്കാൻ പറ്റുമോ? പറ്റും. 3 രൂപങ്ങളുണ്ട്. സുലാസി മുജറദിൽ 2 എണ്ണം. ഒന്ന് ഐൻ ഫീലി ഇരട്ടിപ്പിക്കുക, തുടക്കത്തിൽ ഒരു ഹംസ കൊടുക്കുക, രണ്ടാമത്തത്. പിന്നെ സുലാസി മുജറദിലും മസീദ് ഫിഹിയിലും എല്ലാത്തിലും പറ്റുന്നതുണ്ടോ? ഉണ്ട്. ജറിന്റെ ഒരക്ഷരം കൊടുക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ?